ഹായ് നമസ്കാരം, ഞാൻ ചിന്മയ്. മൂവി സ്പോട്ടിന്റെ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സിനിമകളുണ്ട്, വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയും ഇല്ല, ട്വിസ്റ്റുകളും ഇല്ല, പക്ഷെ വീണ്ടും വീണ്ടും കാണുമ്പോഴും നമ്മളെ ബോറടിപ്പിക്കാത്ത സിനിമകൾ. അത്തരത്തിലുള്ള ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കോമഡിയും എന്റർടൈൻമെന്റും നിറഞ്ഞൊരു സിനിമ, അതെ, മായാവി. 2007 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ഷാഫിയാണ്. കിടന്നു തുള്ളാതള്ളേ, ഒരുത്തം മറിഞ്ഞു നിന്നിട്ട് അടിയടിച്ചെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മകനല്ലേ ആ കൊലപാതകി, അവനെ രക്ഷിക്കാനാ ഇങ്ങനെ ഒരുത്തനെ ഇറക്കിയതെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ ഇപ്പൊ വിളിച്ചില്ലേ കൊലപാതകിന്ന്? അത് വിളിക്കേണ്ടത് ചത്തുപോയി നിന്റെ തന്തയാടാ, അവനാ കൊലപാതകി. ഒന്നും രണ്ടുമല്ല, 7 ശവശരീരങ്ങളാ ഒരേ ദിവസം എന്റെ വീട്ടുമുറ്റത്ത് നേരത്തെ കിടത്തിയത്. നിനക്ക് ഓർമ്മയുണ്ടോടാ സുരേന്ദ്ര? നിന്റെ തന്തയുടെ കൈ പിടിച്ച് നീ ആറാണി മുട്ടത്തെ പടി കയറി വരുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായെന്നാ പറഞ്ഞത്. പിന്നെ കുറച്ചൊന്നുമല്ല, എന്റെ ഈ കൈ കൊണ്ട് വെച്ചുണ്ടാക്കി ഇവന്മാരെല്ലാം കൂടെ തിന്നു കൂട്ടിയത്. ഷാഫിയുടെ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓഡിയൻസിന് തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് റിലാക്സ് ആയി കാണാൻ പറ്റുന്ന സിനിമകൾ. മായാവി അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടറാണ് മഹി. അത് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. യൂഷ്വലി പവർഫുൾ സീരിയസ് ക്യാരക്ടറിൽ എത്തുന്ന മമ്മൂട്ടി ഇവിടെ വളരെ ചിൽ ആൻഡ് പ്ലേഫുൾ ക്യാരക്ടറിലാണ് വരുന്നത്. ഇത് ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി. ഹലോ, ആ സ്രാങ്ക് അവിടെ ഇല്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പർ. പറയണ കേട്ടാ മതി. ആ സ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാൻ നിങ്ങൾ ആര്? മായാവി. ശരി. ഇവർക്കൊപ്പം സിനിമയിൽ അഭിനയിക്കുന്നത് ഗോപിക, സായി കുമാർ, സുരാജ് വെഞ്ഞാർമൂട്, ജഗതി ശ്രീകുമാർ, സലീം കുമാർ, മനോജ് KJN, KPAC ലളിത എന്നിവരാണ്. ഈ വലിയ കോമഡി കാസ്റ്റ് തന്നെയാണ് സിനിമയെ കൂടുതൽ എന്റർടൈനിങ് ആക്കിയത്. ഇന്ന് കടൽ ബന്ധായിരിക്കും അല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധന നൗക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ബോട്ട്. അതെ, ഇവിടെ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനോ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആൾ എവിടെയുണ്ട്? അവിടെ നോക്കിയാ മതി. നല്ല പട്ടചാരായത്തിന് മണം വരും. അതും പിടിച്ചങ്ങ് പോയാ നേരെ കണ്ണൻ സ്രാങ്കിന്റെ അടുത്തെത്താം. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഇപ്പോഴും ഏത് കൊല കമ്പനിയും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ. മായാവിയെ ആളുകൾ ഓർക്കുന്നത് അതിലെ കോമഡി സീനുകൾ കൊണ്ടാണ്. സലീം കുമാറിന്റെ ഡയലോഗ് ഡെലിവറി, സുരാജ് വെഞ്ഞാർമൂടിന്റെ എക്സ്പ്രഷൻസ്, ഇത് രണ്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിരി വരും. ഇതിലെ കോമഡി സീനുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാണ്. എസ്പെഷ്യലി സലീം കുമാറിന്റെയും സുരാജ് വെഞ്ഞാർമൂടിന്റെ ഡയലോഗ്സും എക്സ്പ്രഷൻസും ഇപ്പോഴും ട്രെൻഡിങ് ആണ്. ഞാൻ എപ്പോഴാണ് നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി, നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ സിനിമയിലെ ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിഞ്ഞാലോ? മമ്മൂട്ടിയുടെ കരിയറിൽ കോമഡി ക്യാരക്ടേഴ്സ് കുറവാണെങ്കിലും മഹി എന്ന കഥാപാത്രം പ്രേക്ഷക പ്രീതി നേടിയതിൽ ഒന്നാണ്. ഷാഫിയുടെ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് മായാവി. സിനിമയുടെ മ്യൂസിക് കമ്പോസ് ചെയ്തത് അലക്സ് പോൾ ആണ്. സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു ഫൺ മൂഡ് സിനിമയ്ക്ക് തരാൻ സഹായിച്ചു. റിലീസ് സമയത്ത് ഈ സിനിമ തിയേറ്ററുകളിൽ വലിയ കോമഡി എന്റർടൈനറായി സ്വീകരിക്കപ്പെട്ടു. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പൊത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്രാങ്കിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? സപ്പോർട്ടിംഗ് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കാരണം ഇതിലെ പല കോമഡി സീനുകളും ഇന്നും ഓഡിയൻസിന് ഫേവറേറ്റ് ആണ്. ഈ സിനിമ വലിയ കോംപ്ലിക്കേറ്റഡ് പ്ലോട്ട് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ എന്റർടൈനർ മൂവിയാണ്. പക്ഷേ ഫണ്ണി ക്യാരക്ടേഴ്സ്, എന്റർടൈനിങ് സിറ്റുവേഷൻ, മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് പ്രസൻസ്, ഇതൊക്കെ കൊണ്ടാണ് ഈ സിനിമ സക്സസ് ആയത്.
ഒന്ന് ചുമ്മാ ഫ്രാങ്ക് ആ ടീച്ചറിന് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊന്ന് വാങ്ങി നോക്കി ഇരിക്കും. അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു 50 രൂപ എടുത്തേ. ഇങ്ങനെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ ശ്രാങ്ക്? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കുടിക്കും, ശിക്ഷനായിട്ട്. അത് വേണം. വേണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. നിങ്ങളൊന്ന് നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ ശ്രാങ്കേ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. ഈ സിനിമ ഇനിയും കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണുക. അപ്പോൾ മായാവി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി സീൻ ഏതാണ്? കമന്റ് ബിലോ. മൂവി സ്പോട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, keep watching movies, keep loving cinema.